സഹായകരമായ നിലപാട് അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൂടെ പ്രകാശ് ബാരെ? അതാണ് നമ്മൾ നോക്കുമ്പോൾ അന്വേഷണം വേണം, അന്വേഷണം പറ്റില്ല. എന്നെ കേൾക്കണം, അത് പറ്റില്ല. മൊഴി എനിക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യണം, അത് പറ്റില്ല. ഇതാണ് കീഴ്ക്കോടതിയിലെ സെഷൻസ് കോടതിയിലെ നിലപാട്. ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായൊരു പാറ്റേൺ കാണുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്കും എത്രമാത്രം വ്യാപകമാണ് ഈ DK അല്ലെങ്കിൽ ഈ റോട്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ കോടതിയിൽ, ഈ സെറ്റപ്പിൽ ഇത്രയധികം ആൾക്കാർ, കാരണം ഈ വലിയ പണവും പ്രശസ്തിയുള്ള ആൾക്കാർ കുറ്റം ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ കുറ്റവാളികളായിട്ട് ആ കുറ്റത്തിലേക്ക് അല്ലെങ്കിൽ അനുബന്ധ കുറ്റങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വളരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ചിന്ത. ശ്രീ പ്രകാശ് ബാരെ, നോക്കൂ, ഇത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ വിസമ്മതിച്ച ഒരു വിഷയമാണ്. ഇന്നലെ മലയാള മനോരമയുടെ ലീഡ് വാർത്തയായിരുന്നു. ഇന്ന് മാതൃഭൂമി ദിനപത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്വാഭാവികമായിട്ടും ലീഡ് വാർത്തയാകണം, എഡിറ്റോറിയൽ ആകണം. ഇന്ന് അനലിറ്റിക്കൽ റിപ്പോർട്ട് കൂടി മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി താങ്കൾ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായും പറയുന്നത് മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിയുടെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയത് എങ്കിൽ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണ് എന്ന് നിയമവിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അഡ്വക്കേറ്റ് TB മിനി അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്ന സംശയം ഫോറൻസിക് ടെസ്റ്റിന് അയക്കാനുള്ള ഫോർവേഡ് നോട്ട് കൊടുത്തിട്ടും അത് അയക്കാതിരുന്നതിലൂടെയാണ് അവർക്കുണ്ടായത് എന്നും, ഫോറൻസിക്കിലെ ഈ മിറർ ഇമേജ് എടുത്ത് സുപ്രീം കോടതിയിൽ പോയി പ്രതിഭാഗം പരിശോധന നടത്തി അത് ഡിഫൻസിന് ഉപയോഗിക്കും എന്ന നീക്കം കാരണമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലൊരു സുപ്രധാനമായ നീക്കത്തിന് അതിജീവിതയെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇന്നലെ TB മിനി പറഞ്ഞത്. ഇവിടെ ഈ മെമ്മറി കാർഡിലെ ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു. വളരെ സാങ്കേതികമായി നമുക്ക് ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു എന്ന് പറയാം. ആ ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ പറയുന്ന മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഇത് കോടതിക്ക് പുറത്തു പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിലൂടെ. എന്തിനാണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ അനധികൃതമായി ആക്സസ് ചെയ്തത്? അത് ശേഖരിച്ച് തങ്ങളുടെ ലാപ്ടോപ്പിലിട്ട് കാണാൻ മാത്രമാണോ, അതോ ഈ പറയുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത് അതിൽ ടാമ്പർ ചെയ്ത് ഡിഫൻസിൻ്റെ സമയത്ത് കേസിൽ ജയിക്കാൻ വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങൾ? ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഇല്ലീഗലായി ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന് വരികിൽ അതെന്തിനാണ് എന്ന് പരിശോധിക്കുകയും അക്കാര്യത്തിൽ ഒരു വിചാരണ ആവശ്യപ്പെടുകയും ചെയ്യണ്ടേ? മിനിമം കാര്യമല്ലേ അത് ഏത് കൊച്ചു കുട്ടിക്ക് പോലും തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ദിലീപിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ശബ്ദരേഖ കേൾക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ബാലേന്ദ്രകുമാർ ഡിസ്ക്ലോസ് ചെയ്യുക ആ കാലഘട്ടം മുതൽ നമ്മുടെ മനസ്സിലുള്ള ചോദ്യമാണ് ഇതിൻ്റെ അകത്തൊരു അന്വേഷണം വേണ്ടത്. അപ്പോൾ ഇന്നലെയോട് കൂടിയിട്ട് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് മനസ്സിലായതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഭയപ്പെട്ടതൊക്കെ സത്യമായിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റ്ലി റെക്ലെസ്ലി ഈ സംഭവം മുഴുവൻ കൈകാര്യം ചെയ്തത് വളരെ റെക്ലെസ് ആയിട്ടാണ്. നമ്മളൊക്കെ ഇത്രയും ഒരു വർഷമായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ജസ്റ്റിസ് കമാൽ പാഷ, എക്സ് ജസ്റ്റിസ്, അദ്ദേഹം പോലും സംസാരിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ ഇത് വളരെ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ മൊത്തം സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ കോടതിയിലുള്ള ആൾക്കാരെ, വക്കീലന്മാരെ, സഹപ്രവർത്തകരെ, മീഡിയയെ ഒക്കെ ഇതിൻ്റെ ഈ ഒരു കാന്ത വലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ആക്സസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, കണ്ട് രസിക്കാൻ പറയാം. 2, ലീക്ക് ചെയ്തിട്ട് ഇത് പിന്നീട് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 3, ഈ പറഞ്ഞ പോലെ അത് ടാമ്പർ ചെയ്ത്
അതിൻ്റെ വാലിഡിറ്റി ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് കേസിൽ പിന്നെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഇതൊക്കെ സാധ്യമാണ്. ഇതൊക്കെയാണോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടന്റിൻ്റെ ഹാഷ്ടാഗ് മാറാത്തടത്തോളം കാരണം എന്ത് ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും അവസാനം അത് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ, ഇത് ഇപ്പോൾ ഉള്ള അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, എന്താണ് ശരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഈ മെയ് 30 വരെ ഈ കേസ് നീട്ടിവെച്ചത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എന്തു പറഞ്ഞാലും അത് മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. Debate with MV Nikesh Kumar.